എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പൻ. മടുപ്പിക്കുന്നത് അവിശ്വാസമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വരുമ്പോൾ പ്രാർത്ഥന നമുക്കൊരു ആനന്ദമായി മാറും. ഇപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലി അതൊരു സന്തോഷത്തോടെ ചെയ്താൽ അത് വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ ഒരു ചടങ്ങ് പോലെ വീട്ടിലെ ജോലി ചെയ്യുന്നവർ ഒരു രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കത്തില്ല. എന്നാൽ അത് ആസ്വദിച്ച് ചെയ്യുന്നവരുണ്ട്. ഓരോ ഭക്ഷണവും ആസ്വദിച്ച് ചെയ്യുന്ന പല സഹോദരിമാരെ എനിക്കറിയാം, സഹോദരന്മാരെ അറിയാം. ചില സഹോദരന്മാർ ഭാര്യമാരോട് പറയും, ഞായറാഴ്ചകളിൽ പറയും, ഇന്ന് ഞാൻ ഉണ്ടാക്കാം. ഭാര്യമാരെന്നോട് പറയും, അത് അച്ചായൻ അടുക്കളയിൽ കയറിയ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതലാകുമെങ്കിലും സംഭവം അടിപൊളിയാണ്. എന്നാലും ഭാര്യമാരൊരു കുറ്റം പറയും, ഞങ്ങൾ വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് ഓരോ കറികൾ ഉണ്ടാക്കുന്നത്. അവർ കയറിയാൽ 100 കുറ്റങ്ങൾ പറയും. അതുകൊണ്ട് ഭർത്താക്കന്മാർ കഴിയുന്നതും അടുക്കളയിൽ കയറില്ല. എന്തൊക്കെയാണ്? പാത്രമൊക്കെ അവിടെയെല്ലാം നിരത്തിയിടും. 2, കൂടുതൽ ചെലവ്, വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കും, കുറേ വേസ്റ്റ് വരുത്തും. ഞങ്ങൾ വളരെ ഇതെല്ലാം കുശുമ്പ് കൊണ്ടായിരിക്കാം, ഒന്ന് ചിലപ്പോൾ മിച്ചം വെക്കുന്നൊരു ശീലമായിരിക്കാം. ഏതായാലും ഇങ്ങനെയുള്ളവരകത്ത് കയറിയാൽ അവരേറ്റവും രുചികരമായിട്ട് കാര്യങ്ങളുണ്ടാക്കും. ആസ്വദിച്ച് ചെയ്യുന്നവരുമുണ്ട്, ജീവിതം ഒരു ചടങ്ങായി കൊണ്ടുപോകുന്നവരുണ്ട്. ഇതുപോലെ തന്നെ കുടുംബജീവിതം ആസ്വദിച്ച് ജീവിക്കാനും കഴിയും. ഇത് കല്യാണം കെട്ടിപ്പോയി, ഇത് തലയിൽ വെച്ചുകൊണ്ട് നടക്കാണ്, ചക്ക തലയിലിരിക്കുന്ന പോലെ. ഇത് വീട്ടിലെത്തും വരെ ഇത് താഴെ വെക്കാനും പറ്റൂല. ഇതിൽ മുഴുവൻ മുള്ളൻ ചക്കയാണ് മേടിച്ചിരിക്കുന്നത്. നേരെ എൻ്റെ തലയിലാണ് വെക്കുന്നതെങ്കിലുള്ള സ്ഥിതി ഓർത്തെ, നിങ്ങളുടെ തലയിൽ കുറച്ച് രോമെങ്കിലും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഏതോ ഒരു ഭാരമെടുത്ത് തലയിൽ വെച്ചതുപോലെയാണ്. കല്യാണം കഴിച്ചു, നിങ്ങൾക്കാർക്കും ഈ ഗതി ഉണ്ടാകരുത്, ഞാനേ കല്യാണം കഴിച്ചു പോയി, ഇതെങ്ങനെ എനിക്കൊരു പറ്റിപ്പോയി, നിങ്ങളൊന്നും ഈ പണിക്ക് പോകരുത്. ചുമ്മാതാ. എന്തും നമുക്ക് ആസ്വദിച്ച് ചെയ്താൽ ആസ്വാദ്യത്തിലൂടെ അനുഭവിക്കാനാണ് ദൈവം കുടുംബജീവിതം വെച്ചത്. ജോലി പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ചിലര് സർക്കാർ ജോലി പോലും അവർക്ക് വിരമിക്കുന്നത് സങ്കടമാണ്. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടായ്മയിൽ തന്നെ, പ്രൈസ് ജനറേഷൻ കൂട്ടായ്മയിലുള്ള ഒരു ബ്രദർ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്രദറാണ്. അദ്ദേഹത്തിന് ഒത്തിരി ലീവ് കിടപ്പുണ്ട്. ആ ലീവ് എടുക്കാതിരുന്നാൽ അതിൻ്റെ എല്ലാം പൈസ കിട്ടും. ഏകദേശം 1, 2, 3 വർഷത്തെ ലീവ് കിടപ്പുണ്ട്, ജീവിതകാലം മുഴുവനും എടുക്കാതെ. എന്നാൽ അദ്ദേഹം ആ ജോലിക്കെല്ലാം പോയി. കാരണം ജോലി ആനന്ദിച്ചിരുന്നു. ജോലിയിലുള്ള ആനന്ദിച്ചാൽ നമുക്കിതൊരു ഭാരമല്ല. അപ്പോൾ ബൈബിൾ പറയുന്നു, സന്തോഷത്തോടെ ചെയ്യുന്നവനെ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ചെയ്തതെല്ലാം സന്തോഷത്തോടെയാണ്. അതുകൊണ്ട് യേശു ഏറ്റവും മനോഹരമായി സകലതും നന്നായി ചെയ്തു. സകലതും നന്നായി ചെയ്യുവാൻ, ആനന്ദത്തോടെ ചെയ്യുവാൻ ഇന്നു മുതൽ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്ക് ആരാധനയും വളരെ സന്തോഷത്തോടെയാണെങ്കിൽ ആരാധനയിലെ ഓരോ പാട്ടിൻ്റെ വരികളും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഓരോ പുതിയ പാട്ടും നമുക്ക് പഠിക്കാൻ കഴിയും. എന്താണ് പാട്ട്? ആരാധന ആസ്വദിച്ചാൽ നിങ്ങൾക്ക് ഈ പാട്ടുകളെല്ലാം പഠിക്കാൻ കഴിയും. നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കാൻ കഴിയും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. ആദിയും അന്തവും നീയേ, അൽഫയും ഓമേഗ നീയേ, കുഞ്ഞാടും സിംഹവും നീയേ, അങ്ങാണെന്റെ ദൈവം, അങ്ങിനാൻ പാടി സ്തുതിക്കും
ജീവിതം ഇന്നേ ദിനം നിനക്കായി ഏൽപ്പിച്ചിടുന്നു. അങ്ങെന്നും എൻ്റെ രാജാവ്, ആനന്ദം തന്ന പുഷ്പം നീ, എന്നെയും തേടി വന്നല്ലോ. അങ്ങാണെൻ്റെ ദൈവം, ശാരോനിൻ റോസാ പുഷ്പമേ, മരുഭൂമി പനിനീർ പുഷ്പം നീ, പൂർണ്ണനും അഴകുള്ളവനും, അങ്ങാണെൻ്റെ യേശു. ആദിയും അന്തവും നീയേ, അൽഫയും ഓമേഗ നീയേ, കുഞ്ഞാടും സിംഹവും നീയേ. അങ്ങാണെൻ്റെ ദൈവം, എൻ ദൈവമേ, എൻ രാജനെ, അങ്ങേ ഞാൻ പാടി സ്തുതിക്കും. എൻ ജീവിതം ഇന്നേ ദിനം നിനക്കായി ഏൽപ്പിച്ചിടുന്നു. എൻ ദൈവമേ, എൻ രാജനെ, അങ്ങേ ഞാൻ പാടി സ്തുതിക്കും. എൻ ജീവിതം ഇന്നേ ദിനം നിനക്കായി ഏൽപ്പിച്ചിടുന്നു. ശാരോനിൻ റോസാ പുഷ്പമേ, മരുഭൂമി പനിനീർ പുഷ്പം നീ, പൂർണ്ണനും അഴകുള്ളവനും, ഓ അങ്ങാണെൻ്റെ യേശു. ആദിയും അന്തവും നീയേ, അൽഫയും ഓമേഗ നീയേ, കുഞ്ഞാടും സിംഹവും നീയേ. അങ്ങാണെൻ്റെ ദൈവം, എൻ ദൈവമേ, എൻ രാജനെ, അങ്ങേ ഞാൻ പാടി സ്തുതിക്കും. എൻ ജീവിതം ഇന്നേ ദിനം നിനക്കായി ഏൽപ്പിച്ചിടുന്നു. എൻ ദൈവമേ, എൻ രാജനെ, അങ്ങേ ഞാൻ പാടി സ്തുതിക്കും. എൻ ജീവിതം ഇന്നേ ദിനം നിനക്കായി ഏൽപ്പിച്ചിടുന്നു. എൻ ദൈവമേ, എൻ രാജനെ, അങ്ങേ ഞാൻ പാടി സ്തുതിക്കും. എൻ ജീവിതം ഇന്നേ ദിനം നിനക്കായി ഏൽപ്പിച്ചിടുന്നു. എൻ ദൈവമേ, എൻ രാജനെ, അങ്ങേ ഞാൻ പാടി സ്തുതിക്കും. എൻ ജീവിതം ഇന്നേ ദിനം നിനക്കായി ഏൽപ്പിച്ചിടുന്നു. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാനും ധ്യാനിക്കാനും പോകുന്നത് സംഖ്യാപുസ്തകം 14:31 വാക്യമാണ്. അതിൽ കനാൻ ദേശം ഉറ്റുനോക്കിയിട്ട് കടന്നു വന്ന 12 പേര് പറഞ്ഞ മറുപടിയെ തുടർന്ന് ഉണ്ടായ തിക്തമായ അനുഭവങ്ങൾ, ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷ, അതായത് കനാൻ ദേശം ഒറ്റുനോക്കി പോയ 12 പേരിൽ 10 പേര് പറഞ്ഞ ദൈവത്തിന് വിരോധമായ മറുപടിയെ, അതിനുള്ള മറുപടി ദൈവം പറയുന്നതാണ്. നമ്മൾ അതിൻ്റെ 30 മുതൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ
29 മുതൽ വായിക്കുമ്പോൾ, ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കുകയില്ല. പിറുപിറുത്തവർ, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് സത്യം പറഞ്ഞ സ്ഥലത്ത് കടക്കില്ല. പിറുപിറുത്തവർ അവിടെ കയറരുത്. അടുത്തത്, എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. അറിയും എന്ന് പറഞ്ഞാൽ അനുഭവിക്കും. അറിയും, അവർ അറിയും എന്നാണ് അവിടെ. അറിയും എന്നുള്ളത് അനുഭവിക്കുമെന്നും കൂടി അതിനൊരു അർത്ഥമുണ്ട്. യേശുവിനെ അറിയുക എന്ന് പറയുന്നത് വെറുതെ വായിച്ചറിയുന്നതല്ല, അത് അനുഭവിക്കുന്നതാണ്. ആദാം ഹൗവയെ അറിഞ്ഞു, അവൾ ഒരു മകനെ പ്രസവിച്ചപ്പോൾ അറിയുക എന്നുള്ളത് കുടുംബജീവിതത്തിൽ വളരെ ആഴമാണ്. ഇപ്പോൾ അവർ ആ ദേശം, നിങ്ങൾ നിരസിച്ച ദേശം നിങ്ങളുടെ തലമുറകൾ അറിയും. അതായത് നിങ്ങൾ കൊള്ളയായി പോകുമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ മക്കളെല്ലാം ഞങ്ങൾക്ക് നശിച്ചു പോകും, ഞങ്ങൾക്ക് ഭാവി ഉണ്ടാകില്ല. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ മക്കൾ കൊള്ളയായി പോകില്ല. ഞാൻ പറഞ്ഞ വാഗ്ദത്തം അവർ സ്വന്തമാക്കും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ല. ആദ്യം നമ്മൾ അതിൽ നിന്ന് അറിയേണ്ട ഒരു സത്യം, നമ്മുടെ മക്കൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ ആകാനുള്ളതല്ല. നമ്മൾ ശപിച്ചാൽ ശപിക്കപ്പെടാനും നമ്മൾ തോന്നിയാസം കാണിച്ചാൽ നശിക്കാനുമുള്ളതല്ല എന്നൊരു സത്യം ഈ വേദഭാഗത്ത് കിടപ്പുണ്ട്. അതായത് അപ്പൻ കാട്ടുമുന്തിരിങ്ങ തിന്നെന്ന് കരുതി മക്കളുടെ വാ പുളിക്കേണ്ട കാര്യം ഇല്ല എന്ന വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ, അപ്പൻ ചെയ്ത തെറ്റ്, അമ്മ ചെയ്ത തെറ്റ് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദൈവത്തെ നമുക്കത് കാണാം. അവിടെ നമുക്ക് കാണാം. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളത് തലമുറകളാണ്. ദൈവം നമ്മുടെ സങ്കേതമാണ്. എങ്ങനെ? തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാണ്. അപ്പോൾ തലമുറകൾ നമ്മുടേതാണെങ്കിൽ തീർന്നു. എന്നാൽ തലമുറകൾ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് അവർക്ക് അനുഗ്രഹത്തിലേക്ക് കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മക്കൾ അതിൽ കടക്കും, അവരാ ദേശത്തെ അറിയും. എന്നാൽ നിങ്ങൾ നിരസിച്ച, അവിടെ നമ്മൾ വായിച്ചത്, നിങ്ങൾ നിരസിച്ച ദേശം അവർ അറിയും. നിങ്ങൾ നിരസിച്ചത്. അപ്പോൾ ഇസ്രായേൽ മക്കളിൽ 12 പേർ കനാൻ ദേശം ഒറ്റ നോക്കാൻ പോയി. 10 പേര് പറഞ്ഞു അവിടെ നല്ല പഴങ്ങളൊക്കെ ഉണ്ട്, ചക്കയും മാങ്ങയും തേങ്ങയും ആപ്പിളും ഓറഞ്ചും ഒന്നിനും കുറവില്ല, എന്തിട്ടാലും ആർത്തു വളരും, എന്തിട്ടാലും നന്നായിട്ട് വളരും. എന്നാൽ അതുപോലെ തന്നെ ചക്കപ്പോത്ത് പോലെ വളർന്നു നിൽക്കുന്ന അവിടുത്തെ അനാക്യ മല്ലന്മാരുണ്ട്. അവർ നമ്മളെ പിടിച്ച് വെട്ടുകിളിയെപ്പോലെ ഞെരുക്കിക്കളയും, നമ്മളെ കയ്യിൽ വെച്ച് ഞെരടിക്കളയും. അത്രയും ശക്തന്മാരാണ് അവർ. ശക്തന്മാരാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ കാലേബും യോശുവയും മാത്രം ആശ്രയിച്ചു. അവർ കണ്ട കാഴ്ച, അവർ പറഞ്ഞു, ദേശത്തെ തിന്നുകളയുന്ന ദേശമെന്ന് പറയുന്ന പോലെയൊന്നും അല്ല, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇവന്മാരൊന്നും നമുക്ക് ഒന്നുമല്ല, അവർ നമുക്ക് ഇരയാകും, അവർ നമ്മുടെ. ഇവർ തിരിച്ച് 10 പേര് പറഞ്ഞത് നാം അവർക്ക് ഇരയാകും. വെട്ടുക്കിളി എന്ന് പറയുന്നത് കനാൻ ദേശത്തുള്ളവർ തിന്നുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ വെട്ടുക്കിളിയും കാട്ടുതേനും കഴിച്ച് ജീവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വെട്ടുക്കിളി ഇരയാകും എന്നുള്ളത് തന്നെ ഒരു വാക്കാണ് അവരുപയോഗിച്ചത്. ഞങ്ങൾ അവരുടെ ദൃഷ്ടിയിൽ വെട്ടുക്കിളിയെ പോലെയാണ്, അവർക്കിരയാകും. എന്നാൽ കാലേബ് യോശുവയും പറഞ്ഞു, അവർ നമുക്ക് ഇരയാകുന്നു.
ദൈവമാണ് കൊണ്ടുവന്നതെങ്കിൽ, ദൈവമാണ് ഇവിടം വരെ എത്തിച്ചതെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. കനാന്റെ ബോർഡറിൽ നിന്നുകൊണ്ടാണ്, വാഗ്ദത്തത്തിൻ്റെ തൊട്ടരികിൽ നിന്നുകൊണ്ടാണ് ഈ പിറുപിറുക്കുന്നത്. എത്ര ഭയങ്കര അബദ്ധമല്ലേ പറയുന്ന വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ. തൊട്ടടുത്ത് കയ്യെത്തി പിടിക്കാനുള്ള വാഗ്ദത്തങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്നതല്ലേ. ഇപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ നിരസിച്ചിരിക്കുന്ന. നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാൻ ഉള്ള വാഗ്ദത്തം നമ്മുടെ കയ്യിൽ നിന്ന് ദൂരേക്ക് പോവുകയാണ്. നമ്മൾ വാഗ്ദത്തങ്ങളെ നിരസിക്കരുത്. നമ്മൾ അവിടെ ചെന്നാൽ മരിക്കും. ദൈവം എന്ത് പറഞ്ഞിട്ട് അവരെ കൊണ്ടുവന്നത്? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ദൈവം കൊണ്ടുപോയാൽ ദൈവം ഇടക്ക് വെച്ചിട്ടേച്ചു പോകുമോ? ദൈവം വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനല്ലേ? യേശു പറഞ്ഞില്ലേ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിൻ്റെ അർത്ഥം എന്താ? ലോകാവസാനത്തിന് ശേഷം നമ്മുടെ കൂടെ ഇല്ലെന്നാണോ? ലോകാവസാനത്തോളം എല്ലാ നാളും യേശു നമ്മുടെ കൂടെ. ലോകാവസാനത്തിന് ശേഷം എല്ലാ നാളും നാം യേശുവിൻ്റെ കൂടെ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ സത്യങ്ങൾ ഒരു ദൈവ പൈതൽ അറിയണം. അവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കും. നിങ്ങൾ പുറപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകലരെയും ശിഷ്യരാക്കണം. ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. ഇടക്കിട്ടേച്ചു പോകില്ല. ഞാൻ കൂടിയിരിക്കും ലോകാവസാനത്തോളം. ഈ സത്യം അറിയണം. ഇവിടെ അവർ പതറിപ്പോയി. ചെങ്കടൽ കടത്തി, മിസ്രൈമിൽ ഫറവോനെ ന്യായം വിധിച്ച് ചെങ്കടൽ കടത്തി, പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത്, മരുഭൂമിയിൽ അവർക്ക് വർഷങ്ങൾ ഭക്ഷണം കൊടുത്ത്, ഒന്നിനും കുറവില്ലാതെ ബലവാന്മാരാക്കി മാറ്റി, യുദ്ധ വീരന്മാരാക്കി മാറ്റി, സീഹോൻ ഓഗ് പോലുള്ള രാജാക്കന്മാരെ തോൽപ്പിക്കുമാറാക്കി, സൈന്യവീരന്മാരാക്കി ഇവിടം വരെ എത്തിച്ചിട്ടും അവർ ദൈവത്തെ അവിശ്വസിച്ചു. ദൈവം അവർക്ക് കൊടുത്ത നന്മകൾ അവരുടെ വായിലിരിക്കുമ്പോൾ അവർ ദൈവത്തോട് പെറുപെറുത്തു. ഏറ്റവും വലിയ തെറ്റ്, അവർ ദൈവത്തോട് പെറുപെറുത്തു. ഞങ്ങളെ കൊല്ലാൻ, ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും കൊല്ലുവാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളുടെ പിള്ളേർക്കൊരു ഭാവിയില്ല. ഇത് കേട്ട് ജനങ്ങൾ കരഞ്ഞു, കുഞ്ഞുങ്ങൾ കരഞ്ഞു. എന്നാൽ ദൈവം പറഞ്ഞു, നിങ്ങൾ കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ നിങ്ങളുടെ മക്കൾ വാഗ്ദത്തങ്ങളിലെത്തും. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ആ ദേശത്തെ അറിയും. അതിൻ്റെ അർത്ഥം, ദൈവം അബ്രഹാമിനോട് ഒരു വാക്ക് പറഞ്ഞു, നിന്റെ സന്തതി അന്യദേശത്ത് 400-ലധികം വർഷം പരദേശിയായി പാർക്കും. അതിനുശേഷം ഈ ദേശത്തേക്ക് ഞാൻ അവരെ ബഹുസമ്പത്തോടെ കൊണ്ടുവരും. അപ്പോൾ ഇവരെ ദൈവം ഇറക്കിയത് ബഹുസമ്പത്തോടെയാണ്. ബഹുസമ്പത്ത് കയ്യിലുള്ളപ്പോഴാണ് ഇവർ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നത്. പണം, പൊന്ന്, വെള്ളി, നന്മകൾ, ആരോഗ്യം, സമൃദ്ധി ഒന്നും കനാനിലെത്തിയില്ലെങ്കിലും ഇവർക്ക് കുറവില്ല. വേദപുസ്തകം വായിക്കണം. ഉൽപ്പത്തിക്ക് ശേഷമുള്ള പുറപ്പാട് പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെ വായിക്കുമ്പോൾ ആവർത്തിച്ച് ദൈവം അവരെ അനുഗ്രഹിക്കുന്നതും ദൈവം അവരോട് പൊറുക്കുന്നതും ദൈവമാണ് അവരെ കൊണ്ടുപോകുന്നതും എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത്, ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ വെച്ച് കൊണ്ടുവന്നതുപോലെ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നതാണ്. നിങ്ങൾ നടന്നതല്ല, നിങ്ങൾ വന്നതല്ല, ഞാൻ നിങ്ങളെ കൊണ്ടുവന്നതാണ്. ഒരിക്കലും ഫറവോൻ്റെ കയ്യിൽ നിന്ന് ഇവർക്ക് പുറത്തു വരാൻ കഴിയില്ല. പരിശ്രമം കൊണ്ട് കഴിയില്ല. ചെങ്കടലിലൂടെ ഇവർക്ക് നടക്കാൻ കഴിയില്ല. മരുഭൂമിയിൽ ഇവർക്ക് കഴിക്കാൻ കഴിയില്ല. പാറയിൽ നിന്ന് ഇവർക്ക് കുടിക്കാൻ കഴിയില്ല. എല്ലാം അത്ഭുതമായിരുന്നില്ലേ? ഇതാണ് ദൈവം. അസാധ്യതകളിലൂടെ അത്ഭുതങ്ങൾ ചെയ്ത് നടത്തുന്ന ദൈവം. ഒരു സാധ്യതയും ഇല്ലാത്തിടത്തുകൂടി നടത്താൻ കഴിവുള്ളവനെന്ന് 40 വർഷം കൊണ്ട് അവരെയും അവർക്ക് ശേഷം ജനിക്കാനുള്ള നമ്മെയും പഠിപ്പിച്ച ദൈവം അവരോട് പറയുന്നു, നിങ്ങളുടെ മക്കളാരും നശിച്ചു പോകില്ല. നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങളുടെ മക്കളോട് ഞാൻ ചെയ്യില്ല. കാരണം കനാനിൽ ഞാൻ പാർപ്പിക്കുമെന്ന് ഞാൻ വാക്ക് പറഞ്ഞെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഞാനത് ചെയ്തേ തീരൂ. തെറ്റ് ചെയ്ത ചില ശിക്ഷിക്കപ്പെടണം. എന്നാൽ
നിങ്ങളുടെ തലമുറയ്ക്ക് ഞാൻ കേടുവരുത്തുകയില്ല. അതിൻ്റെ അർത്ഥം ഇത് കേൾക്കുന്ന യൗവനക്കാരറിയണം, നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിലുള്ള പാസ്റ്ററോ ഇന്നാൾ ഇന്നത് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ഭാവിയൊന്നും പോകില്ല. ഇന്ന് സഭകളിലുള്ള ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ വിഷമം, ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ഇന്നതുപോലൊരു കുഴഞ്ഞ കേസാണ്, ഞങ്ങളുടെ ചർച്ചിലെ മൂപ്പന്മാർ വലിയ വഴക്കാളികളാണ്, അടിയിടിയും വഴക്കാണ് സഭകളിൽ, അതുകൊണ്ട് ഞങ്ങൾ ഒതുങ്ങുകയാണ്, ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ്. അല്ല കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ദൈവം നീതി വിട്ടു മാറുകയില്ല. കാരണം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്കുപാലിക്കുന്ന ദൈവമാണ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്നും ദൈവം മാറ്റിക്കളയുകയില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2 യോവേൽ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞത്, നിങ്ങളുടെ യൗവനക്കാർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ ആത്മാവിനെ പകരും. അവിടെ നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും. നിങ്ങളുടെ പുത്രന്മാരെ ഞാൻ ഒന്നാമത് പരിഗണിക്കും. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരം പുത്രിമാരെ കുറിച്ചും പുത്രന്മാരെ കുറിച്ചും. അതുകൊണ്ട് അവിടെ എഴുതിക്കുക, നിങ്ങളുടെ പുത്രിമാർ. നിങ്ങളുടെ ഏറ്റവും വലിയ ഭാരം നിങ്ങളുടെ പുത്രിമാരാണോ, അവർക്ക് ഞാൻ ഏറ്റവും വലിയ ഗിഫ്റ്റ് കൊടുക്കും. നിങ്ങളുടെ പുത്രന്മാർ നിങ്ങൾക്കൊരു തലവേദന പോലും തോന്നുന്നു, ഇല്ല, അവരെ ഞാൻ അത്ഭുതമാക്കും. പുത്രന്മാർ പ്രവചിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരാൻ പോകുന്ന കാര്യം വരുന്നതിന് മുമ്പേ അവരെ വിളിച്ചു വരുത്തും. സംഭവിക്കാൻ പോകുന്നു. കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. ഒരു രാജാവ് നീതിയോടെ വാഴും. ഇത് തന്നെയാണ്, ഈ അസ്ഥികൾ ജീവിക്കും. നിങ്ങളുടെ പുത്രന്മാർ ഒരിക്കലും നടക്കാത്ത കാര്യം അവർ നടക്കുന്നതായി വിളിച്ചു പറയും. അവരുടെ കണ്ണുകൊണ്ട് അത് കാണും. പ്രവചിക്കുന്നവരെ കൊണ്ട് തന്നെ ദൈവം അത് കാണുവാനും കൃപ കൊടുക്കും. നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, വിശ്വാസം വിളിച്ചു പറയും, ദൈവത്തിൻ്റെ ശബ്ദമായി മാറും, ദൈവത്തിൻ്റെ നാവായി മാറും. നിങ്ങൾ ലജ്ജിക്കില്ല. നിങ്ങളുടെ പുത്രന്മാർ, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അതായത് ആരും കാണാത്തത് നിങ്ങളുടെ യൗവനക്കാർ കാണും. ഒരിക്കലും കാണാൻ കഴിയാത്തത് നിങ്ങളുടെ യൗവനക്കാർ കാണും. അങ്ങനെയുള്ള കാഴ്ചകളുണ്ട്, ആരും കാണാത്തത്. ആ വിദ്വാൻമാര് കടന്നു വന്നപ്പോൾ ആരും കാണാത്തതാണ് അവർ കണ്ടത്. ചലിക്കുന്ന നക്ഷത്രം. എത്രയോ ആയിരങ്ങളുടെ വീടുകൾക്ക് മുകളിലൂടെയാണ്, പട്ടണങ്ങളുടെ മുകളിലൂടെയാണ് ഈ നക്ഷത്രം സഞ്ചരിച്ചത്. എന്നിട്ട് ആർക്കും അത് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ആരും കാണാത്ത ചിലത് നിന്റെ കണ്ണിൽ ദൈവം വെളിപ്പെടുത്തും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരും കാണാത്ത ചില കാഴ്ചകൾ ദൈവം നിങ്ങളുടെ കണ്ണിൽ തുറന്നു തരാൻ പോവുകയാണ്. ആർക്കുമില്ലാത്ത ചില കാഴ്ചകൾ, ആർക്കുമില്ലാത്ത ചില കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിത്തരും. നിങ്ങളൊരു അത്ഭുതമായി മാറും. ആർക്കുമില്ലാത്തത് അടുത്ത തലമുറ. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്ന ഒരു മാതാവും പിതാവും അറിയണം, നമ്മുടെ തലമുറയുടെ കാര്യത്തിൽ ഒരു കുറവുണ്ടാകത്തില്ല. അതുകൊണ്ട് എൻ്റെ കുറ്റമോ എൻ്റെ ഭാര്യയുടെ കുറ്റമോ എൻ്റെ മക്കളോട് കണക്കിടുന്ന ദൈവമല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം അടുത്ത തലമുറകളെ ഞാനും എൻ്റെ കുടുംബവും കരുതുന്നതിനേക്കാൾ അധികം കരുതുന്ന ദൈവമാണ്. ഇന്ന് എല്ലാ മാതാപിതാക്കളെ ഭാരം മക്കൾ എന്താകും, മക്കൾക്ക് ഒരു കേടും ഉണ്ടാകത്തില്ല. നമ്മേക്കാൾ നമ്മുടെ തലമുറകൾ അവിടെ എത്തിയിരിക്കും. നിങ്ങൾ എത്താത്തിടത്ത് നിങ്ങളുടെ മക്കൾ എത്തും. ആ വാക്യത്തിൽ അതാണ് 31. എന്നാൽ നിങ്ങൾ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ച ദേശം അവർ അറിയും. അതിൻ്റെ അർത്ഥം നിങ്ങൾ കടക്കാത്ത അനുഗ്രഹങ്ങളിൽ അവർ കാലുകുത്തും. നിങ്ങൾ എത്താത്തിടത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെത്തും. നിങ്ങൾ പ്രാപിക്കാത്ത കൃപകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കും. അതുകൊണ്ട് ആരും തലമുറയെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ഉദരഫലം യഹോവ തരുന്ന ദാനം, മക്കൾ ദൈവം തരുന്ന പ്രതിഫലം എന്നൊക്കെ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അടുത്ത തലമുറ ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് നമ്മൾ അല്ല, അവരുടെ അനുഗ്രഹം ദൈവം തന്നെയാണ്.
ഈ സത്യം അറിയണം. ഇവർ നമ്മുടേതല്ല. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെതായതുകൊണ്ട് അവരെ ദൈവത്തിന് വേണ്ടി വളർത്തുക, ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുക. അവരുടെ ഓരോ ചുവടുകളും ദൈവം നോക്കിക്കൊള്ളും. മാതാപിതാക്കൾ ധൈര്യപ്പെടുക, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, പലതിനെക്കുറിച്ചും പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ എന്നും ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. അവർ വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. എന്തായിത്തീരും? എന്നാൽ ഇന്ന് തിരുവെഴുത്തിലൂടെ ഞങ്ങൾ പഠിച്ച ഈ ദൈവവചനങ്ങളിലൂടെ മനസ്സിലാക്കിയത് അടുത്ത തലമുറ അങ്ങ് വെച്ചിരിക്കുന്ന അനുഗ്രഹമാണ്. ഞങ്ങളില്ലെങ്കിലും അടുത്ത തലമുറയ്ക്ക് ഒരു കേടും വരില്ല. അങ്ങ് അവരെ അനുഗ്രഹത്തിലേക്കും ഉയർച്ചയിലേക്കും നന്മയിലേക്കും കടക്കുമാറാക്കുമെന്നുള്ള വചനങ്ങൾ ഞങ്ങൾക്ക് തന്നു. സ്വസ്ഥത ഈ വചനത്തിലൂടെ മാതാപിതാക്കൾക്കുണ്ടാകട്ടെ. എല്ലാ ടെൻഷനുകളും മാറിപ്പോകട്ടെ. മാതാപിതാക്കൾ മക്കളെ ചൊല്ലി പറഞ്ഞ് ആവലാതി കൂടുന്ന വീടുകളിൽ ഇന്നു മുതൽ മാതാപിതാക്കൾക്ക് സ്വസ്ഥതയുണ്ടാകട്ടെ. ചില വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കാത്ത മാതാപിതാക്കളുണ്ട്. അവരുടെ സ്ഥിതികൾ തന്നെ മാറട്ടെ. സ്വസ്ഥതയുള്ള മാതാപിതാക്കളാകട്ടെ. സ്വസ്ഥതയിലേക്ക് കടന്നു പോകുന്ന തലമുറകളാകട്ടെ. വീടുകളിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വചനം ക്രിയ ചെയ്യട്ടെ. എല്ലാ പിറുപിറുപ്പുകളും ഇവരെ വിട്ട് മാറട്ടെ. സൗഖ്യങ്ങളും വിടുതലുകളും അഭിവൃദ്ധിയും ഈ കുടുംബങ്ങളിൽ വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും തലമുറകളിൽ വരും. വിശ്വസിക്കുക. ഒരു സന്തോഷമുള്ളത്, നാളെ മുതൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. പകൽ രാവിലെ ഒരു 10:30 ആരംഭിച്ച് 1:30-1:45 വരെ ആ പ്രാർത്ഥന പോകും. കടന്നു വരാൻ കഴിയുന്നവരെല്ലാം കടന്നു വരിക. അതുപോലെ നാളെ വൈകിട്ട്, മറ്റന്നാൾ വൈകിട്ട്, വ്യാഴം വെള്ളി വൈകിട്ട് 7 മണി തൊട്ട് 9 മണി വരെ നമുക്ക് മീഡിയയിലൂടെയും സൂമിലൂടെയും പ്രാർത്ഥന ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ നാളെയും മറ്റന്നാളും വൈകിട്ട് പങ്കെടുക്കാൻ കഴിയും. കൂടുതൽ വചനം കേട്ട് ബലപ്പെടാനും നമ്മുടെ ജീവിതം പുതുക്കുവാനും അത് കാരണമാകട്ടെ. അതുകൂടാതെ ശനിയാഴ്ച രാവിലെ നമുക്ക് ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അതോടുകൂടി സമാപിക്കും. ശനിയാഴ്ച വൈകിട്ടുണ്ടാകുന്നതല്ല. ഞായറാഴ്ച നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട്. ഒരുമിച്ച് പങ്കെടുക്കാം. ഈ മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ ഒരു കൈത്താങ്ങൽ ഈ മീറ്റിങ്ങിനായിട്ട് വേണം. സാമ്പത്തികമായ കൈത്താങ്ങൽ. അത് ലോകവ്യാപകമായി ഈ പ്രാർത്ഥന ജയകരമായി കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ മക്കളായ നിങ്ങളെ അങ്ങനെ ചെയ്യുക എന്ന് മനസ്സിൽ തോന്നുന്നവർക്ക് അതിനുള്ള കൃപ ധാരാളമായി തരട്ടെ. ചെയ്യുന്നവരെയും കർത്താവ് 100 മടങ്ങ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.